തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് തിരിച്ചയച്ച് ഗവർണർ. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം പരിശോധിക്കണമെന്ന് ഗവർണർ ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. കമ്മീഷന്റെ മറുപടിയോടെ ഓർഡിനൻസ് സർക്കാർ വീണ്ടും ഗവർണർക്ക് അയക്കും. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഈ തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ ഓർഡിനൻസ് ഇപ്പോൾ ഗവർണർ തിരിച്ചയച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നതാണ് സാങ്കേതിക വിശദീകരണമായി പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായ ഇടപെടലുകൾ സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടോ? മനു, ഏതായാലും അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിച്ച് തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുവാനുള്ളത്. പ്രത്യേകിച്ചും തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് അത് തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഈ ഓർഡിനൻസ് ഇറക്കുന്നതും അത് അന്ന് തന്നെ ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി രാജ്ഭവനിലേക്ക് അയക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അത് ഗവർണർ തിരിച്ചയക്കുന്നത് സർക്കാരിന്. അതിൽ പറയുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് എന്നതാണ്. ഇതേ തുടർന്ന് സ്വാഭാവികമായും ചീഫ് സെക്രട്ടറി അതിലെ തുടർ നടപടി സ്വീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും മറുപടി ലഭിക്കേണ്ടതുണ്ട്. ആ മറുപടിക്കൊപ്പം ഓർഡിനൻസ് വീണ്ടും ഗവർണർക്ക് അയക്കുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തും സമാനമായ രീതിയിൽ തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് ഇറക്കിയിരുന്നു. പക്ഷേ അന്നും ഗവർണർ ഈ ഓർഡിനൻസിന് അംഗീകാരം നൽകിയിരുന്നില്ല. സമാനമായ നടപടി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്ന തിരിച്ചടിയാണ്. ആ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലുള്ളൊരു പ്രതികാര നടപടിയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സ്വാഭാവിക തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ലഭിക്കുന്ന ഉടൻ തന്നെ ഇത് വീണ്ടും ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഷീജ, ഇവിടെ നിയമപരമായുള്ള വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചീഫ് സെക്രട്ടറി കത്തയച്ചൊരു സാഹചര്യമുണ്ട്. അവിടെ സ്വാഭാവികമായും മറുപടി വരും. ആ മറുപടിയോടുകൂടി ഈ ഓർഡിനൻസ് വീണ്ടും ഗവർണറുടെ ഭാഗത്തേക്ക് തിരിച്ചയച്ചാൽ, രാജ്ഭവനിലേക്ക് അയച്ചാൽ അതിൽ ഒപ്പിടാതിരിക്കാൻ പിന്നെ ഗവർണർക്ക് മാർഗമില്ലാതാകില്ലേ? അതല്ലേ അതിൻ്റെ നിയമപരമായ വശം? തീർച്ചയായും അതിൽ എന്ത് ക്ലാരിഫിക്കേഷനാണോ ഗവർണർ ചോദിക്കുന്നത് അതിൽ ഉള്ള വ്യക്തമായിട്ടുള്ളൊരു മറുപടി നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഗവർണർ അതിൽ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. പിന്നീട് ഗവർണർ ആ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാം ബില്ലുകളുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ ബില്ലും 2 വർഷത്തോളമാണ് അദ്ദേഹം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം ഏത് രീതിയിലെ നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ നടപടിയിലൂടെ മാത്രമായിരിക്കും ഇതിനെ അദ്ദേഹം രാഷ്ട്രീയപരമായി തന്നെയാണോ സമീപിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഇപ്പോഴേതായാലും സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഫയൽ തിരിച്ചയച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ സാങ്കേതികപരമായി മാത്രം കാണേണ്ട ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഗവർണറുടെ ഈ കഴിഞ്ഞകാല നടപടികളാണ്. നമുക്കറിയാം ഇപ്പോൾ എത്രയോ ബില്ലുകൾ പിടിച്ചുവെച്ച സാഹചര്യമുണ്ടായി. സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു സംസ്ഥാന സർക്കാരിന്. ഒടുവിൽ സുപ്രീം കോടതി മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് നേരെ ഉയർത്തിയ വിമർശനങ്ങൾ, നമ്മുടെ ഗവർണർക്ക് നേരെ ഉയർത്തിയ വിമർശനങ്ങൾ, ഇതിൻ്റെ എല്ലാം ബാക്കി പത്രമായിട്ടാണ് ചില ബില്ലുകളിൽ ഒപ്പിടുന്നതൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഗവർണറുടെ രാഷ്ട്രീയപരമായ ഇടപെടലാണോ എന്ന് സംശയിക്കേണ്ടത്, അല്ലേ? തീർച്ചയായും, സ്വാഭാവികമായും. കാരണം ഗവർണറുടെ മുൻ ചെയ്തികൾ തന്നെയാണ് ഈ രീതിയിൽ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ബില്ലുകളുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാകട്ടെ, സർവകലാശാലകളുടെ നടപടിയാകട്ടെ, VC-മാരുടെ നിയമനമാകട്ടെ, ഏത് വിഷയമെടുത്താലും ഗവർണർ എല്ലാ വിഷയത്തിലും അനധികൃതമായി ഇടപെടുന്നു. ഗവർണറുടേതായ രീതിയിലുള്ള ഇടപെടലുകൾ വലിയ തോതിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികൾ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ചാൻസലർ എന്ന നിലയ്ക്ക് സർവകലാശാലകൾക്ക് മേൽ അമിതമായി ഉള്ളൊരു ഇടപെടൽ നടത്തുന്നു. ആ രീതിയിൽ ഏത് വിഷയമെടുത്താലും അത്തരത്തിലുള്ളൊരു സമീപനം ഗവർണർ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നടപടിയും അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സ്വാഭാവിക സംശയം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നത്. മനു, ശരി. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ വിഭജന വാർഡ് ഓർഡിനൻസ് അതിപ്പോൾ തിരിച്ചയച്ചിരിക്കുകയാണ് ഗവർണർ പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്, ആ സാഹചര്യം പരിശോധിക്കണമെന്ന മറുപടിയോടുകൂടിയാണ് തിരിച്ചയച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക്, ആ സാങ്കേതികപരമായ പ്രശ്നത്തിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ഈ വിഷയത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന പൊതുവായൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സംശയത്തിന് നമ്മൾ ഇടവരുത്തുന്നത് ഗവർണറുടെ പൂർവ്വകാല നടപടികൾ തന്നെയാണ്. നമുക്കറിയാം ബില്ലുകളൊക്കെ പിടിച്ചു വെച്ചതും ആ രീതിയിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചാൻസലറുടെ ഭാഗത്തുനിന്ന് വന്ന നടപടികളൊക്കെ നമുക്കറിയാം.
അത്തരത്തിലുള്ള ഇടപെടലുകൾ ഗവർണർ നടത്തിയതുകൊണ്ട് തന്നെയാണ് ഇവിടെയും രാഷ്ട്രീയമുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.